ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡും അവരുടെ പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെരസും ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ്. ഒരുപാട് സൂപ്പർ താരങ്ങളെ ഇതിനോടകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സൂപ്പർ താരങ്ങളെയാണ് അവർക്ക് ആവശ്യമായി വരുന്നത്. എൻസോ ഫെർണാണ്ടസ്, മൈക്കൽ ഒലീസെ എന്നിവരാണ് ആ 2 താരങ്ങൾ. എൻസോ ഫെർണാണ്ടസുമായി ഇപ്പോൾ റയൽ പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ചെൽസി 120 മില്യൺ പൗണ്ടിന് മുകളിൽ അദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെടും എന്നാണ് മാർക്ക ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ മാർക്ക മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒലീസയ്ക്ക് വേണ്ടി പരമാവധി ശ്രമിക്കാൻ റയൽ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബയേൺ ഒലീസയെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു റെക്കോർഡ് തുക അദ്ദേഹത്തിന് വേണ്ടി ഓഫർ ചെയ്യാനാണ് ഇപ്പോൾ റയൽ തീരുമാനിച്ചിട്ടുള്ളത്. 200 മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു വമ്പൻ തുക ഒലീസയ്ക്ക് വേണ്ടി റയൽ ചിലവഴിക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ അത് 220 മില്യൺ യൂറോയിലേക്ക് വരെ എത്തിയേക്കാം എന്നാണ് മാർക്ക പറഞ്ഞിട്ടുള്ളത്. അതായത് ഒലീസയ്ക്ക് വേണ്ടി പണമൊഴുക്കാൻ റയൽ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇന്നലെ മൈക്കൽ ഒലീസെ തൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ബയേണുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകളും ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഫ്രാൻസ് ടീമുമായി ബന്ധപ്പെട്ട വേൾഡ് കപ്പിലെ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളും അദ്ദേഹം നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് എന്തെങ്കിലും പ്രൊമോഷൻ്റെ ഭാഗമായിക്കൊണ്ടാണോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ റൂമറുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ബയേണുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റൂമറുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒലീസയെ കൊണ്ടുവരാൻ റയൽ തീരുമാനിച്ചിട്ടുണ്ട്. പരമാവധി ശ്രമിക്കാനാണ് റയലിന്റെ ഒരു തീരുമാനം. 220 മില്യൺ യൂറോ വരെ മുടക്കാൻ റയൽ തയ്യാറാണ് എന്നാണ് മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.